മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ പെരുന്നയിൽ മന്നം ജയന്തി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സംസാരിക്കുന്നു. തത്സമയത്തിൽ സമുദായ നന്മയ്ക്കായി സമുദ്ധരിക വഴി സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നായർ സമുദായത്തിന്റെ മാത്രമല്ല, ഈശ്വരവിശ്വാസവും മതേതരത്വവും സംരക്ഷിക്കുക, ജനാധിപത്യം ഉറപ്പുവരുത്തുക, സാമൂഹ്യ നീതിക്കായി നിലകൊള്ളുക എന്നിവയാണ് സംഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ. ഈ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ തന്റെ ജീവിതകാലം മുഴുവൻ സാന്നിധ്യം തെളിയിച്ച് വിജയം വരിച്ച മഹാത്മാവാണ് ശ്രീ മന്നം പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് ആ കാലടിപ്പാതകളെ ഇക്കാലമത്രയും പിന്തുടരാൻ കഴിഞ്ഞു എന്നതാണ് മറ്റു സംഘടനകളിൽ നായർ സർവീസ് സൊസൈറ്റി വ്യത്യസ്തമാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് സ്വസമുദായത്തിന്റെ പുരോഗതിയിലൂടെ സമൂഹത്തിന്റെ നന്മയ്ക്കായി കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ദുരിതങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു അദ്ദേഹം. കർമ്മപ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവതാര പുരുഷൻ ആണ് ശ്രീ മന്നം പത്മനാഭൻ. സാധാരണക്കാരനായിരുന്ന യോഗീശ്വരൻ മന്നം പത്മനാഭന്റെ നിലപാടുകൾക്കും കാലാതീതമായ ദർശനങ്ങൾക്കും പ്രശസ്തിയും ഇപ്പോഴും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആ മഹാത്മാവിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തരമന്ത്രി, MP, MLA, KPCC പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോഴത്തെ ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA-യുമാണ്. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ഒന്ന് രണ്ട് വരി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വരാൻ സാങ്കേതികമായ കാരണങ്ങളാൽ പറ്റുന്നില്ല എന്നുള്ള മറുപടി കിട്ടി. പക്ഷേ ഈശ്വരാധീനം കൊണ്ടും മന്നം പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാള് നമ്മൾ തെരഞ്ഞെടുത്തു. ഇവിടെ ഞാൻ എന്ത് വേണേ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യപ്രഭാഷണം കൊടുത്തു. ആ മുഖ്യപ്രഭാഷണം വെച്ച് നോട്ടീസ് കഴിയുമ്പോഴാണ് ഔദ്യോഗിക കാര്യങ്ങൾ സംബന്ധിച്ച് വരാൻ പോയത്.
അതിന് പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അത് നമ്മളിപ്പം വിശകലനം ചെയ്യേണ്ട ചരിത്രമല്ല. അത് ഞങ്ങൾ പറയാതെ തന്നെ പിന്നീട് മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കൃതജ്ഞത പറയണമെന്ന് പറഞ്ഞാൽ കൃതജ്ഞത പറയണം എന്ന് പറഞ്ഞു. അപ്പം ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ സന്തോഷം. അങ്ങനെ ആ പ്രോഗ്രാം മാറ്റപ്പെട്ടത്. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. നമ്മൾ സർക്കുലറൊക്കെ അയച്ചിട്ടുള്ളൂ. നോട്ടീസ് എടുത്ത് പരസ്യം ചെയ്യാൻ സമയമില്ല. പക്ഷെ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിന് കുഴപ്പമുള്ളൂ. മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ. ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ സമയം ദീർഘിപ്പിക്കാത്തത് കൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവർ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ കൊണ്ടറിയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന. വേറൊരു പുത്രൻ അപ്പുറത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഗണേശന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ, അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല എല്ലാ നായകന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അനുവാദം അവർക്ക് ഉപയോഗിക്കാം. അവര് കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അവര് കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവര് ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. രമേശ് ചെന്നിത്തല ഈ സംഘടനയിലെ ഒരാള് എന്നതായാൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലല്ല, ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആരംഭിക്കുന്നു. അതല്ലെന്ന് പറയാൻ പോകും. അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ തിരുത്തലൊക്കെ വരുത്തിയത് നമ്മളാരും അല്ല എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അത് സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ ആണ് അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഉപദേശം ഒരു രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിൽ അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു. ഇന്ന് ഇവിടെ നടക്കുന്ന സമ്മേളനം ഞാൻ 62 വർഷമായി NSSന്റെ ജന്മദിനങ്ങൾ, അദ്ദേഹത്തിന്റെ ജന്മദിനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത ജനങ്ങൾ
സമുദായ സ്നേഹികള്, ഇതര സമുദായ സ്നേഹികള്, രാഷ്ട്രീയ വേർതിരിവില്ലാതുള്ള എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകള്, സഹപ്രവർത്തകര്, അതുപോലെ തന്നെ ഒരുപാട് ആളുകള് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ബി ജെ പി സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ എന്നൊക്കെ ജന്മദിനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം നോക്കണം. എവിടെ ഇത് കേട്ടിട്ട് പോകുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന നേതൃത്വ നിലയിലും അല്ലാത്ത നിലയിലും സാധാരണക്കാരുടെ നിലയിലും ഒക്കെ ഉൾപ്പെട്ട വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയവരും ഇതിലേറെ ഉണ്ട് എന്നാണ് കണക്ക് വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്കും ആ സമുദായത്തിനും ഏറെ അഭിമാനത്തിന് വകതരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ രമേശ് ചെന്നിത്തലയെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സമുദായക്കാരന്റെ പേര് സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ. അത് ഔപചാരികമായ ഒരു ചടങ്ങെന്നേ ഉള്ളൂ. അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കണം എന്ന് മന്ത്രിനാഥന്റെ നിയമാവലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആ ഉത്തരവാദിത്വ ബോധം സർവീസ് സൊസൈറ്റിയെ നേരെ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അദ്ദേഹത്തിന്റെ സഹകരണം എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സംഘടനയെ യാതൊരു എതിർപ്പുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന അതുവരെ ഔപചാരികമായ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP. ഞാൻ അദ്ദേഹത്തെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയും വിനയാന്വിതനായ ഒരു മനുഷ്യൻ, എല്ലാവരോടും സ്നേഹപൂർണമായ ഇടപെടൽ, രാഷ്ട്രീയത്തിൽ ഒരു വഞ്ചനയുമില്ലാത്ത പ്രവർത്തനം, അത് അച്ഛന്റെ പാരമ്പര്യം ആണ്. അദ്ദേഹത്തിന്റെ അച്ഛനാണ് കേരള കോൺഗ്രസിന്റെ ജന്മം നൽകിയത്. അതിനെ അനുഗ്രഹിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. കേരള കോൺഗ്രസിന് ജന്മം കൊടുക്കുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവാണ്. അപ്പം ആ രുചി, ആ മണം നമുക്ക് കിട്ടാതിരുന്നു. നമുക്ക് വേണ്ടത് എന്താ? മന്നത്ത് പത്മനാഭൻ ആരാണെന്ന് അറിയോ, ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ ഇല്ലാത്തവരല്ലല്ലോ നമുക്ക് വിളിക്കുന്നത്. മന്നത്ത് പത്മനാഭനെ പഠിച്ച ആ ബന്ധം, ആ സമുദായമായിട്ടുള്ള സൗഹൃദം നിലനിർത്തി പോരുന്ന മാന്യതയുള്ള ആളുകളെയാണ് ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ നമ്മൾ ഇതിന്റെ പ്രധാന അനുസ്മരണ സമ്മേളനം നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. യാതൊരു തടസ്സവും പറഞ്ഞ് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞതുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ നോട്ടീസും അയച്ചു കൊടുത്തു. ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ വന്നോളാം, കൃത്യസമയത്ത് വന്നോളാം. അദ്ദേഹം കൃത്യസമയത്ത് വന്നു. അപ്പോൾ നമ്മുടെ പരിപാടി വിജയിച്ചു. അദ്ദേഹത്തിന്റെ പിതാവിനെയും ശ്രീ മന്നത്ത് പത്മനാഭനെയും നിങ്ങളേവരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്നത് NSSന്റെ ട്രഷററാണ് ശ്രീ അഡ്വക്കേറ്റ് NB അയ്യപ്പൻപിള്ള. ഞാൻ പ്രസിഡന്റ് കാര്യം പറഞ്ഞ പോലെ തന്നെ NSSന്റെ തലപ്പത്തിരിക്കുന്ന ഭരണം നടത്തുന്ന 5 പേരിൽ 3 പേര് എന്ന് പറയുന്നത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജാൻസിംഗ്. എന്റെ കൃത്യം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഈ 2 പേരുടെയും കൃത്യനിർവഹണത്തിൽ അവർ കാണിക്കുന്ന ആത്മാർത്ഥത ഈ സംഘടനയെ വളരെയധികം സത്യസന്ധമായി കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. കണക്കാണല്ലോ, അവിടെയാണല്ലോ സത്യം വേണ്ടത്, കള്ളത്തരം ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വേണ്ട ആത്മാർത്ഥമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് അഡ്വക്കേറ്റ് ശ്രീ അയ്യപ്പൻപിള്ള. അദ്ദേഹം ആചാര്യനാമത്തിൽ അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ തിരുവനന്തപുരം യൂണിയൻ പ്രസിഡന്റാണ്. NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ശ്രീ ഹരികുമാർ കോയിക്കൽ. NSS ഡയറക്ടർ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ശ്രീ VV ശശിധരൻ നായർ കരയോഗം രജിസ്ട്രാർ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, പ്രതിനിധി സഭാംഗങ്ങൾ, വ്യക്തി മെമ്പർമാർ, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, കരയോഗ വനിതാ സമാജ്, ബാലസമാജ്, സ്വയം സഹായ സംഘ പ്രവർത്തകർ, സമുദായാചാര്യ കുടുംബാംഗങ്ങൾ, വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ, വിജയകുമാർ സാറ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഉള്ള BJPയുടെയും ഒക്കെ നേതൃനിരയിലുള്ള ആളുകൾ ഇത്തവണകളെ സംബന്ധിച്ചുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള ബഹുമാന്യ വ്യക്തികൾ, NSS വകുപ്പ് മേധാവികൾ, NSS ഇൻസ്പെക്ടർമാർ അടക്കമുള്ള എല്ലാ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, സ്നേഹനിധികളായ മാധ്യമ പ്രവർത്തകർ. ഞാൻ ഒറ്റ വാക്കിൽ ഇതെല്ലാം പറയാൻ കാര്യം എൻ്റെ പ്രസംഗമല്ല കേൾക്കേണ്ടത്, അവരുടെ പ്രസംഗമാണ്. അവർക്കെല്ലാം ഈ ആചാര്യനാമത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇതുകൂടാതെ ഇവിടുത്തെ പോലീസ് അതോറിറ്റി